റിയൽമിയുടെ 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി 12 പ്രോ. അതുപോലെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന റെഡ്മിയുടെ പുതിയ സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 13 പ്രോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 12 പ്രോയും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 13 പ്രോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോയിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെഡ്മി നോട്ട് 13 പ്രോയിൽ 6.6 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ റെസൊല്യൂഷന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. റിയൽമിയേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ റെഡ്മിയിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഈ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു വരേണ്ട ഒരു വ്യത്യാസം വരുന്നത് റിയൽമിയിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നാൽ റെഡ്മിയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽമി 12 പ്രോയിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്, എന്നാൽ റെഡ്മി നോട്ട് 13 പ്രോയിൽ 12-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അത് മാത്രമല്ല റെഡ്മിയിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നാൽ ഈ ഒരു സപ്പോർട്ട് റിയൽമി 12 പ്രോയിൽ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിലും റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ റിയൽമി 12 പ്രോയിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ HDRന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. പക്ഷെ റെഡ്മിയിൽ യൂട്യൂബിൽ HDRന്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇപ്പം വരുന്നില്ല. പിന്നെ റിയൽമി 12 പ്രോയിൽ 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 13 പ്രോയിൽ 1920 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ റിയൽമി 12 പ്രോയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 nits ആണ്. പക്ഷെ റെഡ്മി നോട്ട് 13 പ്രോയിൽ പീക്ക് ബ്രൈറ്റ്നസ് 1800 nits വരെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്മിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ റെഡ്മിയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. പിന്നെ റിയൽമി 12 പ്രോയിൽ ഡ്രാഗൺ ട്രെയിലിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ റെഡ്മി നോട്ട് 13 പ്രോയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോണിന്റെ ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ റെഡ്മി നോട്ട് 13 പ്രോയിലാണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിലും റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോയിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ HDR വീഡിയോ പ്ലേബാക്കും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റെഡ്മിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 12-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമി 12 പ്രോയുടെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. റെഡ്മിയുടെ വെയിറ്റ് വരുന്നത് 187 ഗ്രാമാണ്. അപ്പം വെയിറ്റിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. റിയൽമി 12 പ്രോയുടെ തിക്നെസ് വരുന്നത് 8.75 mm ആണ്. റെഡ്മിയുടെ തിക്നെസ് വരുന്നത് 8 mm ആണ്. അപ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവ് റെഡ്മിയിലാണ്. പക്ഷെ റെഡ്മിയിൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് വരുന്നത്, എന്നാൽ റിയൽമി 12 പ്രോയിൽ സൈഡിൽ ഒരു കർവ്ഡ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. അപ്പം ആ ഒരു തിക്നെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തോളണം എന്നില്ല. എന്തായാലും തിക്നെസ് കൂടുതൽ റിയൽമി 12 പ്രോക്കാണ്. പിന്നെ റിയൽമി 12 പ്രോയിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 13 പ്രോയിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് റിയൽമി 12 പ്രോയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമി 12 പ്രോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമി 12 പ്രോയുടെ ബാക്കിൽ ലെതർ ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിയുടെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഈ രണ്ട് ഫോണുകളുടെ ഡിസൈനിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മി നോട്ട് 13 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. അപ്പം പേര് കേൾക്കുമ്പം ഈ രണ്ട് പ്രോസസ്സറുകളും തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകളാണ് ഈ രണ്ട് പ്രോസസ്സറുകളും. അപ്പം ആൻതൂത്ത് സ്കോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അടുത്ത് വരുന്ന സ്കോറുകളാണ് വരുന്നത്. എന്നാൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് വരുന്നത് റിയൽമി 12 പ്രോയിലാണ്. അതുപോലെ തന്നെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിലും റിയൽമി 12 പ്രോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പം ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകളാണ് രണ്ട് ഫോണുകളിലും വരുന്നത് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. ഇതിൽ റിയൽമിയിൽ 9 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിയിൽ 10 5G ബാൻഡ്സും വരുന്നുണ്ട്.
രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. അതുപോലെ തന്നെ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. റെഡ്മിയിൽ ഇത് കൂടാതെ 12GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ ഇപ്പം ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമിയിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുണ്ട്. എന്നാൽ റെഡ്മിയിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ റിയൽമിയിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റെഡ്മി നോട്ട് 13 പ്രോയിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ റിയൽമിയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽമി 12 പ്രോയിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ റെഡ്മിയിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് റെഡ്മിക്ക് വരുന്നുണ്ട്. പിന്നെ റിയൽമി 12 പ്രോയിൽ Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. എന്നാൽ റെഡ്മി നോട്ട് 13 പ്രോയിൽ Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുള്ളൂ. ഔട്ട് ഓഫ് ദി ബോക്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് റിയൽമിയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ റിയൽമിയിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുള്ളൂ. റെഡ്മിയിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും Android 16 വരെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ലഭിക്കുക. പിന്നെ സോഫ്റ്റ്വെയർ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഈ രണ്ട് ഫോണുകളുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് റിയൽമി സോഫ്റ്റ്വെയർ ആണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. റിയൽമി 12 പ്രോയിൽ 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX 882ന്റെ സെൻസറാണ്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റെഡ്മിയിൽ 200 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ് ISOCELL HP3യുടെ സെൻസറാണ്. ഇതിലും OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം റിയൽമി 12 പ്രോയിൽ മൂന്നാമത് 32 മെഗാ പിക്സലിലെ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ റെഡ്മിയിൽ ഇതുപോലുള്ള ഒരു സെൻസർ വരുന്നില്ല. പകരം വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 മെഗാ പിക്സലിലെ ഒരു മാക്രോ ലെൻസ് ആണ് റെഡ്മിയിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റു സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിയൽമി 12 പ്രോയിൽ ബാക്ക് ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈറ്റ് കൺട്രോളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും റിയൽമി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും റിയൽമി 12 പ്രോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 12 പ്രോ ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോയിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിയിൽ 5100 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഡിഫറൻസ് ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വരുന്നില്ല. രണ്ട് ഫോണുകളിലും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8GB റാം 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷന്റെ വില വരുന്നത് 25,999 രൂപയാണ്. ഈ വെർഷന്റെ വില സെയിം ആണ്. പിന്നെ രണ്ട് ഫോണുകളിലും 8GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ വെർഷന്റെ കാര്യത്തിൽ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. റിയൽമിയുടെ ഈ വെർഷന്റെ വില വരുന്നത് 26,999 രൂപയാണ്. റെഡ്മിയുടെ ഈ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. ഈ ഒരു വെർഷന്റെ കാര്യത്തിൽ റിയൽമിക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. പിന്നെ റെഡ്മിയിൽ 12GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. എന്നാൽ ഇങ്ങനൊരു വെർഷൻ റിയൽമിയിൽ വരുന്നില്ല. വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയന്റിന്റെ കാര്യത്തിൽ രണ്ട് ഫോണുകൾക്കും സെയിം വിലയാണ്. പക്ഷേ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ റിയൽമിക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 പ്രോയിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ HDR വീഡിയോ പ്ലേബാക്കും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെതർ ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. റെഡ്മിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.